അടിച്ചാടി? നിന്നെ ഞാൻ അടിച്ചായിരുന്നോ? പറയടി. എന്താണ് എന്താ എന്താടി എന്താ ഇവിടെ ഒന്നുമില്ലല്ലോ. ചേച്ചി പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാകും. എന്തോന്നാടി നിന്റെ പ്രശ്നം? ആ കൊച്ചിനടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തിനു കയറി കയറാൻ പോണത്? അതിന് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങള് വെറുതെ കൊച്ചി സംസാരമൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അവരെന്തിനാ വിളിക്കണേ? അവരെന്തിനാ വിളിക്കണേന്ന്? എന്തോന്ന് എത്ര നേരം നിന്റെ അടുത്ത് പറയണേ കൊച്ചിനടുത്ത് വെറുതെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്? കാണുന്നവരെന്ത് വിചാരിക്കും? അത് ഞാനല്ലെന്ന്. ഇവള് നിർത്തണില്ലെന്ന്. ചേച്ചി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാനതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അച്ഛാ. ഈ ലച്ചു ആകെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം. പറഞ്ഞു എന്റെ അച്ഛന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ഇവിടെ വന്നു. ലച്ചു നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് ലച്ചു? ചേച്ചിയെ കുഴിപ്പള്ളത്ത് പറഞ്ഞു കിട്ടണം. ഇതാണ് കുഴപ്പം. എന്ത് കഷ്ടമാണ് ചേച്ചി ഇത്. LKG പഠിക്കുന്ന കൊച്ചും കെട്ട് കഴിഞ്ഞ ചേച്ചി തല്ലുകൂടുന്നു. നാട്ടുകാരെന്തത് മോശമാണെന്നറിയോ? ഇതന്നെ ഞാനും പറഞ്ഞത്. ചേച്ചിക്ക് പിന്നെ അടി ഉണ്ടാക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതി. നീ മിണ്ടിട്ടാ. നീ മിണ്ടിക്കാരെ വാലികൾ മൊത്തം നീ കേൾക്കും. ഞാൻ മിണ്ടും. എന്നെ വല്ലതും പറഞ്ഞു നോക്കും. ഞാനും തിരിച്ചു പറയും. നീക്കെല്ലാം എന്റെ കയ്യിൽ നിന്ന് വാങ്ങട്ടാ. തല്ലു കൊടുക്കണ്ട ലച്ചു ചേച്ചിയാണ്. ആണോ? നിനക്കെന്നെ തല്ലണം. നീ തല്ല്. വാ വന്ന് തല്ല്. ലച്ചോ ചേച്ചിയുടെ അതിന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു പോയി. അതാണ് വലിയ തെറ്റ്. ഇതിന് മിക്കവാറും ഞാൻ നാട് കിടത്തും. ഉറപ്പാണ്. ലച്ചു ഒരുമ്പിട്ട് നിക്കാണ്. ഒരു രക്ഷയില്ല. ഇവളോ ഒരുമിട്ടല്ല നിക്കണത്. നിനക്ക് പ്രാന്താണ്. അത് കൊച്ചു കുട്ടിയല്ലേ. അടുക്കളയിൽ പൊടിയെന്ന് എന്താന്ന്? താൻ പോടോന്ന് എങ്ങോട്ട് പോണേടി? ഞാൻ ചേട്ടൻ അടുക്കളയിൽ പോ. ചേട്ടൻ അടുക്കളയിൽ പോയി അടുക്കള അവിടെ നിന്ന് ഉറങ്ങിപ്പോ. ഇല്ലല്ലോ. ഉറങ്ങിപ്പോന്ന അല്ല ഓടിപ്പോവോ? ഇല്ലല്ലോ. ഇത് കണ്ട തർക്കുത്തരം പറയാനായിട്ട് ജനിച്ച സാധനമാണ്. എന്നിട്ടാണ് അവളെ പറയണത്. എടി നീ ദിവസം തന്നാ അവിടെ പോയിട്ട്. ഞാൻ ഒരു കാര്യം പറയാം. എല്ലാരും കൂടെ പ്രാന്താക്കരുത് കേട്ടോ. ഇതാ ശിവാനി ചേച്ചി പറഞ്ഞത്. സൈക്കാ ലച്ചു ശിവ എന്റെ പൊന്നു ചേച്ചി അബദ്ധവശ തമാശക്ക് പറഞ്ഞാണ്. എന്റെ പൊന്നു ചേച്ചി ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുവാണോ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്നെ പറ്റി ഒളിച്ചും പാതും പറയുന്ന കാര്യങ്ങളാണ് ഇവള് കാണാപ്പാടം പഠിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ ഈ കുടുംബത്തിൽ നിൽക്കൂല. ഞാൻ പോവാ. പോവല്ലേ അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വേഗം വാ. പാറു ലച്ചുവിനെ ഉപദ്രവിക്കും. വാ ഓടി വാ. ലച്ചുവേ എന്തോന്നിത്? കൊറേ ആയല്ലേ? നീ തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഇതിപ്പോ നാട്ടുകാർ കണ്ട് എന്താ വിചാരിക്കാന്നേ? എല്ലാരും നമ്മളല്ലേ കുറ്റം പറയും. വളർത്ത ദോഷം എന്നേ പറയുള്ളൂ. നമ്മളെ കുറ്റം പറയല്ല. നീ വളർത്തി കളഞ്ഞതേ പറയുള്ളൂ. കഴിഞ്ഞ നിങ്ങളുടെ പ്രശ്നം. എന്റെ അമ്മ ഇത് ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ്. അല്ലെങ്കിലും അച്ഛാ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും പ്രശ്നമാണ്. അത് മാത്രമല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ കൂടെ നിന്ന് കൊതി തീരാത്തത് കൊണ്ടാണ്. എന്റെ അച്ഛൻ ഞാൻ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് ആർക്കും ദേഷ്യവും വിഷമം ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഞാനിവിടെ ആരോടും ചേരൂലെന്നേ. പ്രത്യേകിച്ചതേ ആ കുരുന്നായിട്ട്. അതിന് കാരണം എന്താണെന്നറിയോ? എന്നെ ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കി പോവാണ്. പിന്നെ ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നത് ഇതേപോലെ ഒന്നും നടക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്കും വലിയ ഫീലിങ്സ് ഒന്നുമില്ല. സ്വഭാവം ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെ മനസ്സിലാക്കുന്നതേ ഓരോ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴാണല്ലോ. എന്തായാലും ഒന്നും മിണ്ടാത്തെ? ഞാൻ പോകുന്നത് നന്നായി ചിന്തിക്കുമായിരിക്കുമല്ലേ? അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഫുൾ ആഘോഷമായിരിക്കും. അതുകൊണ്ട് അമ്മ പോട്ടെ. അച്ഛനെ ഞാൻ വെറുതെ വിടില്ല. എടുത്തോളാം. അമ്മ അച്ഛാ ഞാൻ പോവാ. എവിടെ പോണു മക്കളെ? എന്തോന്നത്? ഞാൻ പോയാ പ്രശ്നം തീരാമെങ്കിൽ തീരട്ടെ. എന്റെ ദൈവമേ ഇത് എന്തോന്നത്? പാറു നീ എവിടെ പോണു? ആർക്ക് എവിടെയും പോവാ. കൊച്ചേ നീ എവിടെ പോവാണ്? എവിടെ പോണേ നീ? പറ എവിടെ പോണേ? പടവലത്ത്. എങ്ങനെ പോകും നീ? ഓട്ടോയിൽ. ഓട്ടോ കയറിട്ടെ നീ എന്തോന്ന് പറയും? പടവലത്ത് അപ്പൂപ്പന്റെ വീട് പോണെന്ന്. കുടുംബങ്ങളുടെ വീട്ടില്. കുട്ടപ്പിള്ളേരെ വീടാ? ഈ കുട്ടമ്മയുടെ വീട് അറിയാമോ? ഏത് സ്ഥലത്താണ് കുട്ടമ്മയുടെ വീട്? പാലൂർ ശിവൻകോണിന്റെ അടുത്ത്. എല്ലാം കറക്റ്റ് അറിയാം കേട്ടാ. പഠിച്ചു വെച്ചേക്കാണ്. നിന്റെ പൈസ ഉണ്ടായന്? അവിടെ ചെന്ന് അപ്പൂപ്പന്റെ അടുത്ത് ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. അല്ല അപ്പൊ നീ കയറുന്ന ഓട്ടോക്കാരൻ നിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടാലേ? ഞാൻ അച്ഛന്റെ കൂട്ടാനും ചോട്ടോ പിടിക്കും. എല്ലാത്തിനും നല്ല തിട്ടമുണ്ട് കേട്ടാ. ഇവനൊരു കാര്യം ചെയ്യ്. എന്റെ പൊന്നുമക്കളെ വെക്കാം. ബാലു പണ്ട് ഇവിടുന്ന് എല്ലാരും വീടോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ കുറച്ച് നേരത്തെ ആയി. എന്റെ അച്ഛൻ റോഡിൽ പട്ടിയൊക്കെ ഉള്ളതാടാ. പോച്ച് പോട പോക്കോക്കിക്കേ. പാറേ എങ്ങോട്ടാ പോണത്? കൊച്ചൻ ചേച്ചി എടുത്ത് പിണങ്ങിയാ? എന്നെ വിട്, ഞാൻ പോവാ. എവിടെ പോണു? ചേച്ചി വിടുവൊന്നുമില്ല കുഞ്ഞിനെ.
പിണങ്ങി എന്റെ അടുത്ത്? ചേച്ചിയല്ലേ വണങ്ങിയത്? ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്ത് പിണങ്ങോ? ഞാൻ പിന്നെ പിണങ്ങോ? കണ്ടല്ലോ, ഞങ്ങള് കോംപ്രമൈസ് ആയി. ഇനി ഞങ്ങളുടെ കൂടെ അടി ഉണ്ടാക്കാൻ ഇവിടെ ആരെയാ ഉള്ളേ? എന്റെ പൊന്നോ ഇല്ലേ.